ഇറാൻ US ആണവ ചർച്ച ഒമാനിൽ മസ്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇന്ന് രാവിലെ 11:30 തുടങ്ങിയ ചർച്ചയാണ്. ഇറാൻ അല്ലെങ്കിൽ അമേരിക്കയായിട്ടുള്ള നേരിട്ട് ചർച്ചയല്ല, പകരം ഒമാൻ പ്രതിനിധി അല്ലെങ്കിൽ ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയെ ഇടനിലക്കാരനായിട്ട് എന്നുള്ള ചർച്ചയാണ്. അതിൽ ഇറാൻ തങ്ങളുടെ ആവശ്യങ്ങൾ, തങ്ങൾക്ക് അമേരിക്കയോട് പറയാനുള്ള കാര്യങ്ങൾ ഒമാൻ്റെ വിദേശകാര്യമന്ത്രി അറിയിച്ചു. അതിനുശേഷം ഒമാൻ വിദേശകാര്യമന്ത്രി അമേരിക്കൻ പ്രതിനിധികളുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ആദ്യഘട്ടം കഴിഞ്ഞു. അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ചൈന ഒരു നിലപാട് കൂടിയിട്ട് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചാണ് വന്നിട്ടുള്ളത്. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജ്ജം ഇറാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ തങ്ങൾ പിന്തുണക്കുമെന്നാണ് ചൈന പറയുന്നത്. മറ്റൊന്ന്, ഈ ചർച്ചയിലേക്ക് US-ൻ്റെ അവിടുത്തെ യുദ്ധകാര്യം അല്ലെങ്കിൽ യുദ്ധകാര്യ മേഖല നോക്കുന്ന പ്രതിനിധിയെ കൂടിയിട്ട് ഉൾപ്പെടുത്തും എന്ന് കൂടിയിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാൻ അമേരിക്ക ചർച്ചകൾ ഇപ്പോഴും റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിലേക്കാണ്. ഇതാവും സാർ ചർച്ചകൾ കണ്ടു കാണുമല്ലോ. അതോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു വാർത്ത കൂടിയിട്ട് വന്നിട്ടുണ്ട്. ഇറാനിലുള്ള US പൗരന്മാർ എത്രയും പെട്ടെന്ന് ഇറാൻ വിടണം, വിമാന സർവീസുകളടക്കം നിലച്ചേക്കാം എന്നുള്ളൊരു ട്രംപിൻ്റെ മുന്നറിയിപ്പ് കൂടി ഇതോടൊപ്പം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് മൊത്തത്തിൽ ഇതിനെ പരിശോധിക്കും? ഈ ചർച്ച എന്ന് പറഞ്ഞാൽ ഇറാൻ അമേരിക്കൻ ചർച്ച ഇവിടെ ഒമാൻ മസ്കറ്റിൽ നടക്കുകയാണ്. ഒമാനാണ് മധ്യസ്ഥം വഹിക്കുന്നത്. നേരത്തെയും ഇത്തരം ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിച്ചുള്ള രാജ്യമാണ് ഒമാൻ. അപ്പോൾ അവിടുത്തെ വിദേശകാര്യമന്ത്രി ബദർ ബുസായിദ് അദ്ദേഹം, അതേമാതിരി ഈ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി, ഈ ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് സ്റ്റീവ് വിറ്റ്കോഫ്, അതേപോലെ അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള ജാരദ് കുഷ്ണർ, ഇവരെല്ലാം കൂടി ചേർന്നുള്ള ഒരു പരിപാടിയാണ്. ഇതിലൊരു തമാശയാണ് ശരിക്കും. എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്തായിരുന്നു അന്തരീക്ഷത്തിലുണ്ടായിരുന്നത്? ഇതാണ്ടെ ഞാൻ അർമാഡ അങ്ങോട്ട് അയക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് USS എബ്രഹാം ലിങ്കൺ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർ ഹെഡാണ്, അത് ഇങ്ങോട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് വിടും. ഇപ്പോൾ അറേബ്യൻ കടലിൽ തമ്പടിച്ചിരിക്കുകയാണ്, അത് നങ്കൂരിട്ടിരിക്കുകയാണ്. പിന്നെ എല്ലാം ഒബ്ലിട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്, തുടച്ചു നീക്കാൻ പോവുകയാണ് എന്നൊക്കെ ഡയലോഗുകളായിരുന്നു എല്ലാ ദിവസവും ട്രംപിൻ്റെ. അതിനു മുമ്പ് എന്താണ്, അവിടെ പ്രക്ഷോഭം നടക്കുന്നു, ഇറാനിൽ പ്രക്ഷോഭം നടക്കുമ്പോൾ അവരെ ഭരണകൂടം കൊല്ലുകയാണ്. അതുകൊണ്ട് ഈ പരിപാടി നിർത്തണം, ഹെൽപ്പ് ഈസ് ഓൺ ദ വേ എന്നുള്ളതാണ്. യു ടേക്ക് ഓവർ ഓൾ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് ട്രംപ് പ്രക്ഷോഭകാരികളോട് പറയണം, എല്ലാം പിടിച്ചെടുത്തോളൂ, ഹെൽപ്പ് ഈസ് ഓൺ ദ വേ എന്ന് പറഞ്ഞിട്ട് അത് നടന്നു. ഒരു 4 ദിവസം കഴിയുമ്പോഴേക്കും അത് കെട്ടടങ്ങി. അത് കഴിയുമ്പോഴാണ് ഈ പറയുന്ന വാർഷിപ്പ് അർമാഡ അങ്ങോട്ട് അയക്കുമെന്ന് പറഞ്ഞിട്ട് ഡയലോഗുകൾ വരുന്നു. അർമാഡ പോകുന്നു. ഈ ഒരു യുദ്ധഭീതി അന്തരീക്ഷത്തിൽ വലിയ തോന്നിക്കുന്നു. പൊടുന്നിനെ കേൾക്കുകയാണ്, ചർച്ച നടക്കുകയാണ്. ഇതാര് പറഞ്ഞിട്ടാണ്? ആരാണ് ഇങ്ങനെ ചർച്ച? ഇറാൻ പറഞ്ഞു നമുക്കൊരു ചർച്ച നടത്തി കളയാമെന്ന്. അങ്ങനെ ഇറാൻ പറഞ്ഞിട്ടില്ല, നമുക്ക് നിങ്ങൾ യുദ്ധക്കപ്പലൊന്നും അയക്കല്ലേ എന്നൊന്നും പറഞ്ഞിട്ടില്ല. നോക്കൂ, നിങ്ങൾ യുദ്ധത്തിനാണ് വരുന്നതെങ്കിൽ ഞങ്ങളും റെഡി. അതല്ല, വയസ്സായിട്ടുള്ള കാര്യം എന്താണ്, കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ചർച്ച ചെയ്ത് കളയാമെന്ന് ട്രംപ് പറയുന്നു. ഈ പറയുന്ന സ്റ്റീവ് വിറ്റ്കോഫിനെയും ജാരദ് കുഷ്ണറെയും അങ്ങോട്ട് അയക്കുന്നു. ഈ സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറഞ്ഞാൽ ആരാന്ന് ആദ്യം മനസ്സിലാക്കണം. ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റ് ഹാൻഡായിട്ട് ജാരദ് കുഷ്ണറാണ്, ലെഫ്റ്റ് ഹാൻഡായിട്ട് നിൽക്കുകയാണ് സ്റ്റീവ് വിറ്റ്കോഫ്. മിഡിൽ ഈസ്റ്റിലെ സ്പെഷ്യൽ എൻവോയ് ആണ്. മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിലും US-ന് അംബാസഡർമാരുണ്ട്, എംബസികളുടെ അംബാസഡർമാരുണ്ട്. പക്ഷേ ഇതിനെല്ലാം മേലെ നിൽക്കുന്ന, എല്ലാ മിഡിൽ ഈസ്റ്റിലെ മൊത്തം പോളിസി നോക്കുന്ന ആളാണ് ഒരു സ്റ്റീവ് വിറ്റ്കോഫ്. അയാളൊരു കരിയർ ഡിപ്ലോമാറ്റാണോ? അല്ല. അദ്ദേഹം ട്രംപിനെ പോലെ തന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. ട്രംപിൻ്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള ബിസിനസ് പങ്കാളിയാണ് സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്നത്. ജാരദ് കുഷ്ണർ എന്ന് പറയുന്ന ആരാണ്? മരുമകനാണ്. ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പങ്കുവഹിക്കുന്ന ആളാണ്. അപ്പോൾ ഒന്നാമത് ഇതിൽ ഒരു കൗതുകം ഇതാണ്, ഒരു രാജ്യവും മറ്റൊരു രാജ്യവുമായിട്ട് നടക്കുന്ന ചർച്ച. അതിൽ എന്താണ്, ഡിപ്ലോമാറ്റുകൾക്കൊരു അവരുടെ പ്രസൻസ് എവിടെയും ഇല്ല. എല്ലാം എന്താണ്, ഒരു അബ്നോർമൽ വേ എന്ന് പറയാവുന്ന ഒരു ഇത്തരം കാര്യങ്ങൾ സാധാരണ സ്വീകരിക്കുന്ന കൺവെൻഷണൽ പ്രാക്ടീസസ് ഉണ്ട്. ഇത്തരം ഡിപ്ലോമാറ്റിക് എഫേർട്ടുകൾ എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കുന്ന കൺവെൻഷണൽ പ്രാക്ടീസസ് ഉണ്ട്. ആ കൺവെൻഷണൽ പ്രാക്ടീസ് ഒന്നും ട്രംപ് ഒരു കാര്യം സ്വീകരിക്കുന്നില്ല. വിറ്റ്കോഫിന് ഈ ഗസ ചർച്ചയിലും ഹമാസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ആരാണ് പോകുന്നത്? വിറ്റ്കോഫും ജാരദ് കുഷ്ണറാണ് പോകുന്നത്. അപ്പോൾ കരിയർ ഡിപ്ലോമാറ്റുകൾ എവിടെയില്ല എന്ന് പറഞ്ഞാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തൊക്കെയോ ചില ബിസിനസ് പ്ലാനുകളോ എന്തൊക്കെയോ കാണുന്നുണ്ടാകാം പേഴ്സണലി. അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പക്കാരായിട്ടുള്ള, ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള 2 ആളുകളെയാണ് ഇതിനു വേണ്ടി നിയമിക്കുന്നത്. അപ്പോൾ എന്താണ് അവരോട് ചർച്ച ചെയ്യേണ്ടത്, ഇറാനോട് ചർച്ച ചെയ്യേണ്ടത് എന്ന് എന്തായിരിക്കും ട്രംപ് വിറ്റ്കോഫിനോടും കുഷ്ണറോടും പറഞ്ഞിരിക്കുക എന്ന് നമുക്ക് യാതൊരു നിശ്ചയമില്ല. ഇനി നോക്കുക,
ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ നമ്മൾ പുറമേക്ക് കാണുന്ന ബഹളങ്ങൾ അല്ലെ പുറമേക്ക് പുറപ്പെടുവിക്കുന്ന പ്രസ്താവനകൾ ഇതിലൊന്നും ഒരു പ്രത്യേകിച്ച് വലിയ പ്രസക്തിയില്ല. ബാക്ക് ചാനൽ ഡിപ്ലോമസി എന്ന് പറയുന്ന ബാക്ക് ഡോർ ഡിപ്ലോമസി എന്ന് പറയുന്ന കാര്യമാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ഏറ്റവും അധികം വർക്ക് ചെയ്യുന്നത്. അതെന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നിശ്ചയമില്ല. പക്ഷേ ഇറാൻ്റെ കാര്യത്തിൽ പുറമേക്ക് പറയുന്ന കാര്യങ്ങൾ എന്താണ് ഇറാനുള്ള അമേരിക്കയുടെ പ്രശ്നം? ഇറാൻ ന്യൂക്ലിയർ വാർ ഹെഡ്സ് ഉണ്ടാക്കുന്നു. അത് ഉണ്ടാക്കാൻ പോവുകയാണ്, ഉണ്ടാക്കിയെന്നുള്ളതല്ല, ഏതോ കാലത്ത് ഉണ്ടാക്കുമെന്ന് കുറേ കാലമായി നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുണ്ടാക്കാൻ പാടില്ല. യുറേനിയം എൻറിച്ച്മെൻറ്റ് അത് നടത്താൻ പാടില്ല. അതിൻ്റെ നൈതികവും ധാർമ്മികമായുള്ള പ്രശ്നം അവിടെ ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ മറ്റൊരു രാജ്യം അവരുടെ ശാസ്ത്ര സാങ്കേതികമായ കഴിവുകൾ ഉപയോഗിച്ച് അവരുടെ ഊർജ്ജാവശ്യത്തിന് വേണ്ടി അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ പാടില്ല എന്ന് പറയാൻ നിനക്കെന്ത് അധികാരം എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. നമുക്ക് ഇന്നത്തെ ഒരു ലോകഘടനയിൽ ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. ഇനി ന്യൂക്ലിയർ വാർ ഹെഡ്സിൻ്റെ കാര്യമാണെങ്കിൽ ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ പൊസിഷൻ എന്താണ്? ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കില്ല, കാരണം വി ഹാവ് എ ഫത്വ ഹിയർ. ഒരു റിലീജിയസ് എഡിക്റ്റ് ഉണ്ട്. ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ല എന്ന എഡിക്റ്റ് ആരുടെയാണ് ആ ഫത്വ? ഇമാം ഖുമൈനിയുടെ ഫത്വയാണ്. ഇമാം ഖുമൈനിയുടെ ഫത്വയെ സൂപ്പർസീഡ് ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് മതപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ഒരു ഫത്വ ഇവിടെ നിലവിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ബോംബ് ഉണ്ടാക്കില്ല എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ അമേരിക്ക ഇസ്രായേലും പറയുകയാണെന്ത്? അതൊന്നുമല്ല, ഒരു ബോംബ് ഉണ്ടാക്കാൻ പോവുകയാണ്. നോക്കൂ, ഇറാൻ ബോംബ് ഉണ്ടാക്കാൻ പോകണമെന്ന് വിചാരിക്കുക. ഇസ്രായേലിൻ്റെ കയ്യിൽ ബോംബുണ്ട്, അമേരിക്കയുടെ കയ്യിൽ ബോംബുണ്ട്, ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുടെ കയ്യിൽ ബോംബുണ്ട്. അതേപോലെ അവകാശം ഇറാനുണ്ടല്ലോ. അവർ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അതിനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കില്ല, ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്കിങ്ങനെ ഫത്വയുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഊർജ്ജാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബഹളവും ഉപരോധങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് ഇറാനോട് ആവശ്യപ്പെടാൻ അമേരിക്ക ഈ ടേബിളിൽ എന്താണ് ആവശ്യപ്പെടാൻ പോകുന്നുള്ള ചോദ്യമുണ്ടല്ലോ. ബോംബ് ഉണ്ടാക്കാൻ പാടില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് ഇറാൻ നേരത്തെ പൊസിഷൻ എടുത്താണ്. ഇനി യുറേനിയം എൻറിച്ച്മെൻറ്റ് അത് പാടില്ലെന്നാണോ? അങ്ങനെ എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തോട് പറയാൻ പറ്റുക? അവരുടെ ഊർജ്ജാവശ്യത്തിന് വേണ്ടിയിട്ട് യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്താൻ, സമ്പുഷ്ടീകരണം നടത്താൻ പാടില്ല എന്നാണോ അമേരിക്ക ആവശ്യപ്പെടാൻ പോകുന്നത്? നോക്കൂ, മൂന്നാമത്തെ ഒരു ആവശ്യം മാർക്കോ റൂബിയോ കഴിഞ്ഞ 2-3 ദിവസമായി പത്രസമ്മേളനങ്ങളെല്ലാം ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ അറിയോ? ഇറാനോട് അവർ ആവശ്യപ്പെടാൻ പോകുന്ന പ്രധാനപ്പെട്ടൊരു ആവശ്യം, ഡിമാൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകളുടെ റേഞ്ച് കുറക്കണം എന്നുള്ളതാണ്. ഇത് വിചിത്രമായ ആവശ്യമെന്ന് ആലോചിച്ച് നോക്കൂ. ഇറാൻ്റെ കൈവശമുള്ള അവരുടെ മിലിറ്ററി അസറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ, അത് ഇപ്പോൾ അതിൻ്റെ ഒരു റേഡിയസ് എന്ന് പറയുന്നത് ഇസ്രായേലും കണ്ട് ഗ്രീസ് വരെ എത്തുന്ന, യൂറോപ്പ് വരെ എത്തുന്ന അത്രയും ദൂരത്തിൽ പോയി പതിക്കാൻ ശേഷിയുള്ളതാണ്. അതിൻ്റെ പ്രഹരശേഷി എന്താണെന്നാൽ കഴിഞ്ഞ ജൂണിലെ 12 ഡേ വാറിൽ, ഇസ്രായേലുമായി ബന്ധപ്പെട്ട 12 ഡേ വാറിൽ കണ്ടു കഴിഞ്ഞതാണ്. ആ വാർ 12 ഡേ വിട്ടിട്ട് ഒരു 18 ഡേയ്സ് കൂടെ പോവുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഡെസ്റ്റിനി തന്നെ മാറിപ്പോകുമായിരുന്നു എന്ന് വിശകലനം ചെയ്ത ആളുണ്ട്. അമേരിക്കയാണ് ഇസ്രായേലിനെ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇറാൻ്റെ കയ്യിലുള്ള ഈ ബാലിസ്റ്റിക് അസറ്റ് എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ്. ഇസ്രായേലിന് അത് വലിയ ഭീഷണിയാണ്. അപ്പോൾ ഇത് ആരുടെ ആവശ്യമാണ്? ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. ഇവരുടെ ബാലിസ്റ്റിക് അസറ്റ് ഇല്ലാതാക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു രാജ്യം ഒരു ടെക്നോളജിക്കൽ കേപ്പബിലിറ്റി നേടിയെടുക്കണം. നമുക്ക് അതുപോലും ഇറാൻ ഡെവലപ്പ് ചെയ്യുന്നത് മനസ്സിലാക്കണം. 10-20 വർഷമായിട്ട് അവർ നേരിടുന്ന അങ്ങേയറ്റം ഇടുങ്ങിയ ഉപരോധങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് അവർ ഈ സാങ്കേതികമായ വികാസം സാധ്യമാകുന്നത്. അവർ ഇത്രയും റേഡിയസ് ഉള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കാനുള്ള ശേഷി അവർ നേടിയെടുത്തു. അവരത് പ്രൊഡ്യൂസ് ചെയ്തു, വലിയ തോതിൽ പ്രൊഡ്യൂസ് ചെയ്തു. എന്താണ് നാളെ മുതൽ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുമോ? ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് നേടിക്കഴിഞ്ഞാൽ ഒന്ന് താത്തി പിടിക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമായിട്ട് നടക്കുമോ? നമുക്ക് പഴയ ഈ മൊബൈൽ കമ്പനികളോട് പറയുകയാണ്, നിങ്ങൾ ഈ ഫോൺ ഇപ്പോൾ ഉണ്ടാക്കരുത്, ഇത് പഴയ നോക്കിയാണ് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇറാൻ അതിനോട് പ്രതികരിച്ചത് ബാലിസ്റ്റിക് മിസൈൽ എന്നുള്ളത് അത് ചർച്ചയിലേ ഇല്ല, റെഡ് ലൈനാണ്. ഞങ്ങളെ സംബന്ധിച്ചത് റെഡ് ലൈനാണ്. ഈ കാര്യത്തിൽ നമുക്ക് ഡിസ്കഷൻ നടത്താം. ഈ പറയുന്ന ന്യൂക്ലിയർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട്, യുറേനിയം എൻറിച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്താം. പക്ഷേ ഉപരോധത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു കമ്മിറ്റ്മെൻ്റ് എടുക്കണം. നിങ്ങൾ ഉപരോധം അവസാനിപ്പിക്കണം, എങ്കിൽ ആ കാര്യത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചർച്ചയിലൂടെ എന്തെങ്കിലും ഫലവത്തായ ഒരു ഔട്ട്കം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചർച്ചയെക്കുറിച്ച് എൻ്റെ ഒരു പേഴ്സണൽ അസംഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു ഫേസ് സേവിങ് എക്സസൈസാണ് ട്രംപിനെ സംബന്ധിച്ചത്. കാരണം പുള്ളി ഭയങ്കര ഡയലോഗ് അടിച്ചിട്ടു അവിടെ റെജിം ചേഞ്ച് വരാൻ പോവാണ്, പിള്ളേരെ അവിടെ കയറി അടിക്കാൻ പറയുന്നു,
ഹെൽപ്പ് ഈസ് ഓൺ ദ വേ എന്ന് പറയുന്നു, ഒന്നും നടന്നില്ല. പിന്നെ ഈ കപ്പൽപ്പട അയക്കുന്നു. കപ്പൽപ്പട അയച്ചാൽ അത് അവിടെ കപ്പൽ പോയി നിന്നിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലും കാരണം ഈ യുദ്ധം നടക്കണം. യുദ്ധത്തെ സംബന്ധിച്ച് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാനിൽ പ്രക്ഷോഭം നടക്കുമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇറാനിൽ പ്രക്ഷോഭം നടന്നാലും ഇല്ലെങ്കിലും ഇറാനിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ കൊഹസീവാണ്. അവരുടെ പൊസിഷനിൽ അവർ ഏകതയോടുകൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിലപാടെന്താണ്? ഈ പറയുന്ന റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ, ട്രംപ് വരുന്ന റിപ്പബ്ലിക്കൻ ക്യാമ്പ് അങ്ങേയറ്റം ഡിവൈഡഡാണ്. അതൊരു ഡിവൈഡഡ് ഹൗസായി നിൽക്കുകയാണ്. ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരകനായിട്ടുള്ള ടക്കർ കാൾസൺ, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, ന്യൂക്ലിയർ ഇറാൻ ഈസ് ബെറ്റർ ദാൻ എ ഡീസ്റ്റബിലൈസ്ഡ് ഇറാൻ എന്നാണ്. നിങ്ങൾ ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ബോംബിട്ടിട്ട് ആ രാജ്യത്തെ ഡീസ്റ്റബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അറിയോ? അത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് എല്ലാ കാലത്തും അമേരിക്കൻ എക്കണോമിയെ തന്നെ കുളം തോണ്ടാൻ പോകുന്ന അതിഗുരുതരമായ പ്രതിസന്ധിയായിരിക്കും. അതുകൊണ്ട് ന്യൂക്ലിയർ ഇറാൻ ഈസ് ബെറ്റർ ദാൻ എ ഡീസ്റ്റബിലൈസ്ഡ് ഇറാൻ എന്നാണ് അദ്ദേഹം അതിശക്തമായി എല്ലാ ദിവസവും ഇതിനെതിരെ അദ്ദേഹത്തിൻ്റെ ഷോയിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാനത് മുഴുവൻ കണ്ടില്ല. പക്ഷേ ആ ഇൻ്റർവ്യൂ ആരായിട്ടാണ് ഇൻ്റർവ്യൂ നടത്തുക? പലസ്റ്റൈനിലെ ക്രിസ്ത്യൻ അവിടുത്തെ ആർച്ച് ബിഷപ്പായുള്ള ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പലസ്റ്റൈൻ ടെറിട്ടറീസിൽ ക്രിസ്ത്യാനികൾ ഇസ്രായേലിനാൽ അഭിമുഖീകരിക്കുന്ന വിവേചനങ്ങളെക്കുറിച്ചും അങ്ങേയറ്റത്തെ ഹ്യൂമിലിയേഷനെ കുറിച്ചും ഒരു വാചകം അദ്ദേഹത്തിൽ പറയുന്നുണ്ട്. ഈ ഹ്യൂമിലിയേഷൻ്റെ എന്തൊക്കെയാണ് ഹ്യൂമിലിയേഷൻസ് ടക്കർ കാൾസൻ്റെ ഈ ആർച്ച് ബിഷപ്പിനോട് ചോദിക്കുമ്പോൾ, സോറി എനിക്ക് ഓൺ എയർ പറയാൻ പറ്റില്ല പല കാര്യങ്ങളെന്നാണ് പറയുന്നത്. നമുക്ക് ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന ഭരണാധികാരികളാണ് ട്രംപും JD വാൻസും എന്നാണ് ഈ ക്രിസ്ത്യൻ റൈറ്റ് വിങ് എല്ലായിടത്തും പ്രചരിപ്പിക്കുന്നത്. അവിടെയാണ് ക്രിസ്ത്യൻ റിലീജിയോസിറ്റി ഞാൻ അമേരിക്കയിൽ തിരിച്ചു കൊണ്ടുവന്നാണ് ട്രംപ് ഇന്നലെയും പറഞ്ഞു. ഞാൻ സ്വർഗത്തിൽ പോകാൻ സാധ്യതയുണ്ട്, കാരണം ഞാൻ മതത്തിന് വേണ്ടി അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അവിടെയാണ് ടക്കർ കാൾസൺ ഇൻ്റർവ്യൂ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാണ്. ആരുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്? അവിടുത്തെ ഫലസ്തീനിലെ ആർച്ച് ബിഷപ്പുകളുടെ ഇൻ്റർവ്യൂ. ആർച്ച് ബിഷപ്പ് എന്താ പറയുന്നത്? ഞങ്ങൾ എല്ലാ ദിവസവും ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വിവേചനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില ഹ്യൂമിലിയേഷൻ അത് ഓൺ എയറിൽ പറയാൻ പോലും എനിക്ക് പറ്റില്ല എന്ന് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ ടക്കർ കാൾസൺ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് ഒരു സന്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ ഈ നിലക്ക് മെഗാ ക്യാമ്പിൽ തന്നെ ഇതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വികാരമുണ്ട്. ഇതിനിടയിൽ നിൽക്കുകയാണ് JD വാൻസ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്. നോക്കൂ, ഈ പറയുന്ന റെട്ടറിക്സ് എല്ലാം നടക്കും. മാർക്കോ റൂബിയോ ഡയലോഗുകൾ അടിക്കുന്നുണ്ട്, പിന്നെ ട്രംപ് ഡയലോഗുകൾ അടിക്കുന്നുണ്ട്. JD വാൻസിൻ്റെ ഡയലോഗുകൾ നമ്മൾ കേൾക്കുന്നില്ലല്ലോ. കാരണം ഈ ബ്രിഡ്ജ് ഈ ഗ്യാപ്പ് എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാമെന്നതിനെക്കുറിച്ച് ഉള്ള ആ ഒരു ട്രിപ്പീസിലാണ് പുള്ളി നിൽക്കുന്നത്. കാരണം പുള്ളി ഈ പറയുന്ന ഇൻ്റർവെൻഷനിസ്റ്റ് അപ്രോച്ച് ഉണ്ടല്ലോ, എല്ലായിടത്തും കയറി ഇടപെടുക, അതിനെതിരാണ്. ഈ പറയുന്ന ഐസൊലേഷനിസ്റ്റ് അപ്രോച്ച് സ്വീകരിക്കുന്ന ഒരാളാണ്. അപ്പോൾ JD വാൻസ് കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന ശ്രദ്ധിക്കണം. ഇതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി, വി ആർ നോട്ട് ഗോയിങ് ടു അറ്റാക്ക് എ കൺട്രി, വി ആർ നോട്ട് ഇൻ എ വാർ വിത്ത് എ കൺട്രി, വി ആർ ഇൻ എ വാർ വിത്ത് എ പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ഇന്ന് ഇറാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് യുദ്ധത്തിന് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെതിരെയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് സന്ദേശം? എന്താണ്? ഈ പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല എന്നാണ് JD വാൻസ് പറയുന്നത്. അതുകൊണ്ട് പിന്നെ ഈ ട്രംപ് കാട്ടിക്കുടിക്കുന്ന ഈ അർമാഡ അയക്കുന്നു, എബ്രഹാം ലിങ്കൺ വാർഷിപ്പ് അയക്കുന്നു, ഇതൊക്കെ ഒരു തിയേറ്ററിക്സ് ആയിട്ടാണ് ഞാൻ അങ്ങനെയാണ് അതിനെ കണക്കൂട്ടുന്നത്. ഈ തിയേറ്ററിക്സ് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് അഗൈൻ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ സബ് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാനപരം ഇത് ആരുടെ ആവശ്യമാണ്? ഇറാനെ ഇസ്രായേലിൻ്റെയാണ്. അപ്പോൾ ഇസ്രായേൽ ലീഡർഷിപ്പിനെ ശശിയാക്കുകയാണ് ട്രംപ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം 2026 എന്ന് പറയുന്ന ഇലക്ഷൻ ഇയറാണ്. ഈ വർഷം ഇറാനെ ഞാൻ തമർത്തിയെന്ന് സ്വന്തം ജനങ്ങളോട് പറയേണ്ട ഒരു സന്ദർഭമാണ്. ഈ ഒരു ടൈറ്റ് റോപ്പിലൂടെയാണ് ട്രംപ് പോകുന്നത്. ഒരേ സമയം പ്രോ ഇസ്രായേൽ സയണിസ്റ്റ് ലോബി അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ അവരെ തൃപ്തിപ്പെടുത്തണം, അവരെ ഒപ്പം കൊണ്ടെടുക്കണം. അതേസമയം ഈ ഐസൊലേഷനിസ്റ്റ് അപ്രോച്ച്, അമേരിക്ക ഫസ്റ്റ് അപ്രോച്ച് സ്വീകരിക്കുന്ന സ്വന്തം ക്യാമ്പിലെ ആളുകളെ അവരെയും കൂടെ നിർത്തണം. അതിന് പിന്നെ ഒരേ സമയം ഇസ്രായേലിനെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഈ ഡയലോഗുകൾ അടിക്കുക, കപ്പലയക്കുക, അപ്പുറത്ത് യുദ്ധം ഒഴിവാക്കുന്ന രീതിയിൽ ഡയലോഗുകളിലേക്ക് പോവുക. ആ ഒരു കച്ചവടക്കാരൻ്റെ കളിയാണ് ട്രംപ് കളിക്കുന്നത്. അതിലപ്പുറം ഇതിന് വലിയ ഒരു ഇതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇതിൽ എമേർജ് ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ ഇറാൻ ആസ് എ ഗ്ലോബൽ പ്ലെയർ എന്നുള്ള നിലക്ക് അവർ പുതിയ എക്സ്പെരിമെൻറ്റുകളിലൂടെ കടന്നു പോവുകയാണ്, പുതിയ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നോക്കൂ, ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള കാര്യം നോക്കി, ഇറാനെതിരായിട്ടുള്ള ഈ പറയുന്ന യുദ്ധസന്നാഹങ്ങളെല്ലാം നടക്കുമ്പോൾ മുമ്പാണെങ്കിൽ, ഒരു 10 വർഷം മുമ്പാണെങ്കിൽ അതിന് കൂടാൻ ഗൾഫ് രാജ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഗൾഫ് രാജ്യങ്ങളെല്ലാം, ആ മേഖലയിൽ എല്ലാ രാജ്യങ്ങളും പറഞ്ഞ പോയിൻ്റ് എന്താണ്, ഞങ്ങളുടെ എയർ സ്പേസ് ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. ആ മേഖലയിൽ അമേരിക്ക എയർ ബേസുകളുണ്ട്, എന്നിട്ട് പോലും ആ രാജ്യങ്ങളടക്കം പറഞ്ഞ് ഞങ്ങളുടെ എയർ സ്പേസ് ഞങ്ങൾ അനുവദിക്കില്ല, ഈ പരിപാടി വേണ്ട എന്നാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് മിഡിൽ ഈസ്റ്റ്, അതും കൂടി പറഞ്ഞ് അവസാനിക്കുകയാണ്, പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ടർക്കിഷ് പ്രസിഡന്റ് എർദോഗൻ റിയാദിൽ പോകുന്നു, സൗദി അറേബ്യയിൽ പോകുന്നു, ബില്യൺ കണക്കിന് ഡോളറുകളുടെ ട്രേഡ് ഡീലാണ് ഒപ്പുവെക്കുന്നത്. ട്രേഡ് ഡീലാണ്, ഡിഫൻസ് പാക്റ്റിൽ അവരെത്തുകയാണ്. ദെൻ അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ അങ്കാറയിലേക്കല്ല തിരിച്ചു പോകുന്നത്, കൈറോവിലേക്കാണ് പോകുന്നത്. കൈറോവിൽ കഴിഞ്ഞ കുറേ കൊല്ലങ്ങൾക്കിടയിൽ ഒരു വിദേശ രാഷ്ട്രത്തലവൻ ലഭിച്ചിട്ടുള്ള ഏറ്റവും ഗംഭീരമായ സ്വീകരണമാണ് എർദോഗൻ അവിടെ ഒരുക്കിയിരിക്കുന്നത്. നോക്കണം, ഈജിപ്തും തുർക്കിയും തമ്മിൽ കഴിഞ്ഞ കുറച്ചധികം വർഷം, 2011 മുതൽ, ഈ മുർസി അട്ടിമറിച്ചത് മുതൽ അങ്ങേയറ്റം കീരിയും പാമ്പും പോലെ നിന്നിരുന്ന 2 രാജ്യങ്ങളാണ്. അവർ വളരെയധികം അടുക്കുന്നു. അപ്പോൾ പുതിയ ഒരു റീ അലൈൻമെൻറ്റ്, ടർക്കി, ഈജിപ്റ്റ്, സൗദി അറേബ്യ, പാകിസ്ഥാൻ, ആ നിലക്കുള്ള റീ അലൈൻമെൻറ്റ് വരുന്നതിനെക്കുറിച്ച് വാർത്തകളാണ് ഇന്ന് മിഡിൽ ഈസ്റ്റ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിൽ തന്നെ ടർക്കിയും സൗദിയും പാകിസ്ഥാനും ചേർന്നിട്ടുള്ള ഒരു ഡിഫൻസ് പാക്റ്റ് വരെ, ഒരു നാറ്റോ മോഡൽ ഡിഫൻസ് പാക്റ്റ് വരെ രൂപപ്പെട്ട് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വാർത്തകൾ വരുന്നു. എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് പുതിയ നിലക്കുള്ള പല റീ അലൈൻമെൻറ്റുകളിലൂടെ കടന്നു പോവുകയാണ്. പുതിയ ചില പൊളിറ്റിക്കൽ ഷിഫ്റ്റുകൾ സംഭവിക്കുകയാണ്. അതുകൊണ്ട് പഴയ മിഡിൽ ഈസ്റ്റ് അല്ല, അതിൻ്റെ ഡൈനാമിക്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം എഗൻ നമ്മൾ അതിനെ ഡിഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ട്രിഗർ ചെയ്തൊരു പോയിൻ്റ് എവിടെയെന്ന് വെച്ചാൽ അത് ഗസയായിരിക്കും, അത് October 7 ആയിരിക്കും. അതിനുശേഷം ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള പൊളിറ്റിക്കൽ റീ അലൈൻമെൻറ്റുകൾ അത് മിഡിൽ ഈസ്റ്റിനെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് വലിയ തോതിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മുമ്പത്തതുപോലെ നമുക്കിപ്പോൾ പോയിട്ട് ഇറാൻ അടിച്ചേക്കാം, മുമ്പ് നമുക്ക് ഇറാഖിനെ അടിച്ചേക്കാം എന്ന് അമേരിക്ക തീരുമാനിക്കുന്നു. സർവ്വ ഗൾഫ് രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും കൂടുന്നു, അടിക്കുന്നു, സദ്ദാമിനെ ഓടിക്കുന്നു, ഫിനിഷ് എന്നുള്ള നിലക്കാകുന്നു. ആ നിലക്ക് ഗോ സ്മാഷ് ഫിനിഷ്, ആ പരിപാടി നടക്കാത്തൊരവസ്ഥയിൽ പുതിയൊരു മിഡിൽ ഈസ്റ്റ് രൂപപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരു മിഡിൽ ഈസ്റ്റ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു നെഗോഷിയേഷൻ ടേബിൾ മസ്കത്തിൽ ഓപ്പൺ ചെയ്യപ്പെട്ടതാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ് നിഷാദ്, ഇപ്പോൾ ചൈന അതിൻ്റെ അകത്ത് ഒരു നിലപാട് പ്രഖ്യാപിച്ച് നമ്മൾ കണ്ട്, റഷ്യയുടെ സ്റ്റാൻഡും അറിയാം. ഇതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള റഷ്യയുടെ ചൈനയുടെയോ പിന്തുണ നിലപാടുകൾ എന്നതായിരിക്കില്ല ഇതിൻ്റെ ആകമാനമുള്ള ഭാവി നിർണ്ണയിക്കുന്ന എനിക്ക് തോന്നുന്നൊരു കാര്യം. അതായത് ഇത് ഒരു യുദ്ധത്തിലേക്ക് പോകാൻ അമേരിക്കയെ സംബന്ധിച്ച് കഴിയാത്ത ഒരു സന്ദർഭമുണ്ട്. ആ സമ്മർദ്ദം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അമേരിക്കയും അനുഭവിക്കുന്നുണ്ട്, ഇറാനും അനുഭവിക്കുന്നുണ്ട്. 2 കൂട്ടർക്കും ഒരു യുദ്ധത്തിലേക്ക് ഇനി ചെയ്യാൻ പറ്റില്ല. അമേരിക്ക ഒട്ടുമേ ആഗ്രഹിക്കത്തില്ല, സാധാരണ പോലെ യുദ്ധമായത് മാറില്ല എന്ന യാഥാർത്ഥ്യമാണ്. ഇസ്രായേലിൻ്റെ ഒരു സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യുകയാണ് അവരെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഇസ്രായേൽ ഭയങ്കരമായി ഫ്രസ്ട്രേറ്റഡ് ആണ് ഇപ്പോൾ ഇതിലെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജെറുസലേം പോസ്റ്റിൽ ഞാൻ വെറുതെ നോക്കുക, അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള വാർത്തകൾ എടുത്ത് നോക്കിയാൽ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഡീറ്റെയിൽ ലേഖനമുണ്ട്. എങ്ങനെയാണ് ഇറാനകത്ത് പ്രക്ഷോഭം ചെയ്തിരുന്ന മനുഷ്യരെ അമേരിക്ക നിരാശപ്പെടുത്തിയത്, അമേരിക്കയുടെ വ്യാജ വാഗ്ദാനങ്ങൾ. അതാണ് അമേരിക്ക ഇറാനിലെ മനുഷ്യർക്ക് കൊടുത്ത വ്യാജ വാഗ്ദാനം എന്ന് വെച്ചാൽ സൈനിക നടപടി വൈകുന്നതിനുള്ള ഫ്രസ്ട്രേഷൻ ഒരു നീണ്ട കുറിപ്പായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ട്രംപ് അഡ്മിൻ അൺക്ലിയർ ഓൺ ഇറാൻ മിലിറ്ററി ആക്ഷൻ ഗോൾസ് എന്ന് വെച്ചാൽ അവിടെ എന്ത് ചെയ്യണമെന്ന കാര്യത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം ട്രംപ് അഡ്മിനിസ്ട്രേഷന് തുടരുകയാണ് എന്ന ഒരു പോയിന്റിൽ അവർ പറയുന്നു. മറ്റൊരു പറഞ്ഞ് ഇറാൻസ് റിയൽ ത്രെട്ട് ഈസ് ന്യൂക്ലിയർ, അതായത് അവിടുത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ത്രെട്ട് എന്ന് പറയുന്ന സംഗതി അവന്മാരുടെ കയ്യിലുള്ള ന്യൂക്ലിയർ ബോംബുകളൊന്നുമല്ല. കഴിഞ്ഞ തവണ അവർ മൊത്തം നമുക്കെതിരെ കുറേ ബാലിസ്റ്റിക് മിസൈലുകൾ ഇട്ടു, അതിൽ 36 എണ്ണം നമ്മുടെ ദേശത്ത് വന്ന് വീണു, 10-14,000 വീടുകൾ തകർന്നു, 30 മനുഷ്യർ മരിച്ചു. ഇവയെല്ലാം അയച്ച എല്ലാ മിസൈലുകളും നമ്മുടെ രാജ്യത്ത് വന്ന് വീഴുകയായിരുന്നെങ്കിലത്തെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറയുകയാണ് അവരുടെ പ്രൊഡക്ഷൻ അവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുടെയും റഷ്യയുടെയും സഹായത്തോടുകൂടി അവർ ചിലപ്പോൾ ഒരു 6,000 മുതൽ 10,000 വരെ അധികം മിസൈലുകൾ ഉണ്ടാക്കാൻ പോകുന്നു. ആ മിസൈലുകൾ ഒരുപക്ഷേ ഇസ്രായേലിനെ തകർക്കാൻ ശേഷിയുള്ളതാണെന്നുള്ള ഭയപ്പെടുത്തുന്ന ഒരു ലേഖനം എഴുതിയിരിക്കുകയാണ്. സത്യത്തിൽ ഇറാൻ്റെ ഈ മിലിറ്ററി കേപ്പബിലിറ്റി കഴിഞ്ഞ ജൂണിലുണ്ടായിട്ടുള്ള സംഘർഷത്തെ തുടർന്ന് ഭയങ്കരമായ വിധം ഇസ്രായേലിനെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഈ റീജിയനിലെ അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്ത രാജ്യം എന്ന നിലയ്ക്കും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ബേസ് എന്ന നിലയ്ക്കും അമേരിക്കയ്ക്കും അത് ആധി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആധി പരിഹരിക്കാൻ അവർ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ്. ഇറാനോട് പോയിട്ട് ആവശ്യപ്പെടുന്നത് ഇറാൻ ഒരിക്കലും മീറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ഡിമാൻഡാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഈ അണുബോംബ് പദ്ധതി നിങ്ങൾ അവസാനിപ്പിക്കാൻ പറഞ്ഞാൽ ഓൾറെഡി ഞങ്ങൾ അവസാനിപ്പിക്കാൻ തരാണല്ലോ. ഒബാമയുടെ കാലത്ത് ഒരു കരാർ ഒപ്പുവെച്ചതല്ലേ, ആ കരാറിൽ നിന്ന് ട്രംപ് പിൻവാങ്ങിയിരിക്കുകയാണ്. ആ കരാർ പോരാന്ന് പറഞ്ഞ് പിൻവാങ്ങിയതാണ്. അപ്പോൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഈ കരാറിനകത്ത് വെക്കുന്ന ആവശ്യങ്ങളെല്ലാം പരിധി കവിഞ്ഞ ആവശ്യങ്ങളാണ്. ഇറാൻ ഒരിക്കലും മീറ്റ് ചെയ്യാൻ കഴിയാത്ത ആവശ്യങ്ങൾ. ബാലിസ്റ്റിക് മിസൈൽ നിങ്ങൾ നിർത്തണമെന്ന് വെച്ചാൽ ഇസ്രായേലിൽ വന്ന് വീഴാൻ സാധ്യതയുള്ളതിന് തൊട്ട് മുമ്പ് അതിൻ്റെ പരിധി അവസാനിപ്പിക്കുന്നതാണ്. അത് നടപ്പുള്ള കാര്യമല്ല. അവരെ സംബന്ധിച്ച് അവരുടെ അതിജീവനത്തിന് ഏറ്റവും വലിയ ശേഷി എന്ന് പറയുന്ന സംഗതി അതാണ്. പിന്നെ ഈ പറയുന്ന
രാഷ്ട്രീയമായി ഏതൊക്കെ സംഘങ്ങളെ രാജ്യങ്ങളെ പിന്തുണയ്ക്കണം, ഏതൊക്കെ മേഖലയിൽ പണം മുടക്കണമെന്നതിലെല്ലാം അമേരിക്ക നിയന്ത്രണം ഏർപ്പെടുത്തും, നിങ്ങളുടെ എണ്ണ ആർക്ക് കച്ചവടം ചെയ്യണമെന്ന തരത്തിൽ അമേരിക്ക ഫൈനലി തീരുമാനമെടുക്കും എന്നതിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലാണ് അവരൊരു പുതിയ പ്ലാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഇന്നത്തെ ഒരു ചർച്ച കൊണ്ട് എവിടെയെങ്കിലും തീരുമാനമാകുന്നതിൻ്റെ ഒരു സൂചനയുമില്ല. ചർച്ച അലസിപ്പിരിയുകയാണോ ചെയ്യുക, ആ ചർച്ച നീട്ടിവെക്കുകയാണോ ചെയ്തതെന്ന് നോക്കേണ്ട കാര്യം. ഒരുപക്ഷെ ആ ചർച്ച ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോയേക്കാം. ഇന്നത്തെ ചർച്ചയിൽ ചില കാര്യങ്ങളിൽ സംസാരിച്ചു, അവയിൽ തീരുമാനമായിട്ടില്ല, അടുത്ത ഘട്ടത്തിൽ വീണ്ടും ഇരിക്കാം എന്നതിലേക്ക് പോകാൻ അമേരിക്കയും ഇറാനും നിർബന്ധമാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അമേരിക്കയെ സംബന്ധിച്ചൊരു യുദ്ധം തുടങ്ങി വെക്കുക എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. യുദ്ധം തുടങ്ങി വെച്ചാൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള കെടുതികളെ അവർ അനുഭവിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. സോ അതുകൊണ്ട് അത് ഇന്നലെ പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അത് നീട്ടി വയ്ക്കാനുള്ള സാധ്യതയാണ് കൂടുതലായി തോന്നുന്ന ഒരു കാര്യം. ഇറാനെ സംബന്ധിച്ചും അവർ ഞങ്ങളൊരു വിധേയത്വത്തിൻ്റെ ഭാഷയിലല്ല ചർച്ചാ മേശയിലിരിക്കുന്നത്. ഞങ്ങൾ ചില കാര്യങ്ങൾ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചതിനാണ് അവർ വന്നിരിക്കുന്നത്. നിങ്ങൾ അതുമായിട്ട് വന്നാൽ ആ ആവശ്യമായിട്ട് വന്ന് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ആവശ്യങ്ങളാണെന്ന് ഓപ്പണായി പറഞ്ഞു. എന്നല്ല, ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കാം, പക്ഷേ അതിന് മുമ്പ് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഈ പറഞ്ഞ സാങ്ഷൻസ് എടുത്തുകളെന്നായി നിങ്ങൾ പ്രഖ്യാപിക്കാൻ വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മീറ്റിംഗ് പോയിൻ്റ് എവിടെ ആയിരിക്കും എന്നുള്ളത് കൗതുകരമായ കാര്യമാണ്. ഇത് എങ്ങനെയും അലസിപ്പിരിയണമേ എന്ന് ഇസ്രായേലിൻ്റെ പ്രാർത്ഥന അവിടെ നിൽക്കുന്നു. എന്നാൽ ഒരു പക്ഷേ അതിവേഗത്തിൽ അവസാനിപ്പിക്കുകയും ഉടനെ ആക്രമിക്കുകയും ചെയ്യുന്നതിലേക്ക് പോകാൻ അമേരിക്ക പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് ഇത് നീണ്ടാക്കാമെന്ന് തോന്നുന്നു. അതെ, ചർച്ചകൾ തുടരട്ടെ, യുദ്ധവിധി ഒഴിവാകട്ടെ.